ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ ഫ്രാക്കിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ പ്രമുഖനായിട്ടുള്ള സിനിമാ സീരിയൽ നടനായിട്ടുള്ള ക്രിസ് വേണുഗോപാലും മുഖ്യാതിഥിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യ ശ്രീധറും പങ്കെടുത്തു. ഈ സംഘടനയുടെ സാന്നിധ്യം എല്ലാ കലാ സാംസ്കാരിക വികസന മേഖലകളിലും ഏർപ്പെടുന്നുണ്ട്. വളർന്നുവരുന്ന കലാകാരന്മാരെയും കലാകാരികളെയും വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഫ്രാക്ക് വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണ്. ഔദ്യോഗിക മേഖലകളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ ഫ്രാക്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച ഓരോ റെസിഡൻസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫ്രാക്ക് പോലീസ് മീറ്റിംഗ് സംഘടിപ്പിക്കാറുണ്ട്. ഒരു ശിവക്ഷേത്രം കലോത്സവത്തിന് തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ പ്രാധാന്യം, അത് അവിടെ വരാൻ സാധിക്കുന്നത് എൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഭരതമുനി അദ്ദേഹം നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഒരു ശ്ലോകത്തിൽ ആമികം ധ്രുവനം യസ്യ വാചികം സർവഭാമയം ആഹാര്യം ചന്ദ്രതാരാദി ത്വം വന്ദേ സാത്വികം ശിവം എന്ന് പറയുന്ന ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭൂമിയിൽ അനങ്ങുന്നതെല്ലാം നിന്റെ ചലനങ്ങളാണെന്ന് ഞാൻ അറിയുന്നു. വാചികം സർവവാങ്മയം, ഈ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം നിന്റെ ശബ്ദമാണെന്ന് അറിയുന്നു. ആഹാര്യം ചന്ദ്രതാരാദി, ചന്ദ്രനും സൂര്യനും നക്ഷത്രവും എല്ലാം നിന്റെ ആടയാഭരണങ്ങളായി അണിഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള സാത്വികനായ, അതായത് ദേഷ്യമില്ലാതെ ശാന്തമായിട്ടിരിക്കുന്ന കലാകാരനായ ആ മഹാദേവനെ നമിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം. തൊഴിൽപരമായി മറ്റ് മേഖലകളിലൊക്കെ വ്യാപരിക്കുമ്പോഴും നമ്മുടെ ഓണമായാലും മറ്റ് വിശേഷ ദിവസങ്ങളായാലും നമ്മൾ കണ്ടെത്തുന്നത് ഒരല്പസമയം കലയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറ്. എന്തോ ആവട്ടെ, സിനിമയാകാം, നാടകമാകാം, നൃത്തമാകാം, ഏതുമാവട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഉത്സാഹിപ്പിക്കുന്ന ഈ കലകളെ കല ഉത്സവമായി കണ്ട്, കല മത്സരമാക്കാതെ കല ഉത്സവമായി കണ്ട് നമ്മുടെ കൊച്ചു കുട്ടികൾ മുന്നേറുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷത്തിന്റെ ഒരു മാതൃകയായി മാറുകയാണ്. ഇപ്പൊ ഏട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഏട്ടൻ പറഞ്ഞു. വീണ്ടും അത് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പറയുന്നത് തന്നെ ഒരുപാട് ആൾക്കാർ കൂടുക എന്നുള്ളതല്ല. ഒരു 10 പേരിൽ 10 പേര് അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ജനക്കൂട്ടുണ്ട്. ഹാപ്പി ഓണം. ഇനിയും വരാനിരിക്കുന്ന വർഷങ്ങളിലും എല്ലാം സന്തോഷകരമായ ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹാപ്പി ഓണം. ഈ പരിപാടിയെക്കുറിച്ച് 2 വാക്ക് മാത്രമേ പറയാനുള്ളൂ. ഈ ഫ്രാക്കിന്റെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഏത് പ്രായക്കാർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഈ ഫ്രാക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്ന പരിപാടി, ഫ്രാക്ക് നടത്തിയിരുന്ന പരിപാടി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇതൊരു തുടക്കം ആകണം എന്ന് കരുതി വളരെ നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരുന്നതെല്ലാം. എനിക്ക് പറയാനുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ, ഒരു നഗരമായ ഒരു റെസിഡൻസ് അസോസിയേഷൻ ആയാൽ ഒരു മത്സരം, ഒരു കലോത്സവം നടത്താൻ സാധിക്കില്ല. കാരണം കുറച്ച് പാർട്ടിസിപ്പൻസ് അസോസിയേഷൻ കാണും. ഒരു മത്സരമായിട്ട് നടത്താൻ സാധിക്കില്ല. അതെപ്പോഴും ഫ്രാക്കുമായി ചേർന്ന് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വരും കാലങ്ങളിൽ ഈ വർഷം വളരെയധികം പാർട്ടിസിപ്പൻസ് ഉണ്ട്. നമുക്ക് പ്രതീക്ഷിച്ചേക്കാട്ടി ഇപ്പൊ ഇരിക്കുന്ന ഓഡിയൻസ് കുറവാണെങ്കിലും പാർട്ടിസിപ്പൻസ്
ജഡ്ജസിന്റെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. നമ്മൾ കുറച്ച് ആൾക്കാരെ താമസത്തിൽ ഒഴിവാക്കി. കഴക്കൂട്ടത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കലാകാരനായിട്ടുള്ള കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ഇതിനകത്ത് മുഖ്യ അതിഥിയായി നമ്മൾ പങ്കെടുപ്പിച്ചിരുന്നു. നല്ല രീതിയിലുള്ള സംഘാടനം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും വളരെ മെച്ചപ്പെട്ട ഒരു മേളയായിരുന്നു. കടുത്ത മത്സരങ്ങളാണ് മത്സരാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. കുറ്റങ്ങൾ കുറേയൊക്കെ ഉണ്ടായതെല്ലാം ജഡ്ജസ് യഥാസമയം തന്നെ അവരെ ബോധ്യപ്പെടുത്തി വരും വർഷങ്ങളിലും ഇതിനേക്കാൾ വിപുലമായ രീതിയിൽ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു കലാമേളയായി ഫ്രാക്ക് കലാമേള മാറുമെന്ന കാര്യത്തിൽ ഫ്രാക്കിൻ്റെ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പുണ്ട്. ഫ്രാക്ക് നടത്തിയ കലോത്സവത്തിൽ 97ഓളം ഐറ്റങ്ങളിൽ 30 പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുകയും ആ മേള നല്ല വിജയമായി തീരുകയും ചെയ്തിരുന്നു. ഇതിനോട് സഹകരിച്ച ജഡ്ജസ് 2 വിഭാഗങ്ങളിലും പാട്ടിനും ഡാൻസിനും 2 വിഭാഗങ്ങളിലും ജഡ്ജസ് നല്ലവണ്ണം സഹകരിച്ചു. ആൾക്കാരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ടായി. ഏറ്റവും നല്ല മികച്ച ഒരു സംഘാടന പാടവം ഇവിടെ കാണാൻ സാധിച്ചു. നല്ലൊരു മേളയായിരുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.